ശ്രീമദ് ഭാഗവതം ക്ലാസ് 209. നമ്മളിന്ന് സ്കന്ധം 10 ആദ്യ ഭാഗത്ത് 8ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ബാലലീലാ നിരൂപണം. ബാലന്മാരുടെ ലീലകളെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബാലൻ എന്താണ്? കംസൻ ഒരു രാജ്യത്ത് ദുർഭരണം നിലനിൽക്കുമ്പോൾ ഇത് ലോകം മുഴുവനുള്ള ലോകമഹായുദ്ധത്തിലേക്കെല്ലാം നയിക്കുന്ന സംഗതികളാണ്. അപ്പം ലോകത്തെ ഭരണങ്ങൾ ദുഷിക്കുമ്പോൾ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് താഴ്ന്ന നിലയിലുള്ള ജനങ്ങൾക്ക്, ഗോപന്മാർക്ക് കഷ്ടപ്പാടും ദുരിതവുമെല്ലാം ഉണ്ടാകുമ്പോൾ രാജഭരണം അതിനെതിരായിട്ട് അത് ഇല്ലാതാക്കാൻ ഒന്നും ചെയ്യാതെ സ്വാർത്ഥമതികളായിട്ട് അവരുടെ കാര്യം നോക്കി നടക്കുമ്പോൾ ലോകത്തെന്തു പറ്റും? കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പീഡനങ്ങളും എല്ലാം ഉണ്ടാകും. രാജാവ് തന്നെ പീഡിപ്പിക്കും ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ളവരെല്ലാം ജയിലിൽ പിടിച്ചിടും. അപ്പം അതിനെതിരായിട്ടുള്ള ആ ശക്തി ആദ്യം ഉദയം ചെയ്യുന്നത് അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അത്തരം സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. അവിടെ നിന്നാണ് ആ രാജഭരണത്തെ തന്നെ ഇളക്കി മറിക്കാനുള്ള ആദ്യത്തെ വിത്ത് മുളക്കുന്നത്. ആ വിത്തിനെയാണ് ഇവിടെ ശിശുക്കളായിട്ട്, അത് ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലത്തേക്കായിരിക്കും. അതാണ് ആ ശിശുക്കളെയാണ് കൃഷ്ണനായിട്ട് കൃഷ്ണൻ്റെ ലീലകളായിട്ട് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒന്നിൽ ശ്രീസുകൻ പറയുന്നു, യാദവന്മാരുടെ പുരോഹിതനായ ഗർഗമഹർഷി വസുദേവൻ അയച്ചതിനാൽ നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി. യാദവരുടെ പുരോഹിതനാണ്. അതുകൊണ്ട് വസുദേവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പറഞ്ഞയച്ചു നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക്. എന്തിനാ? കുട്ടിക്ക് പേരെല്ലാം ഇടണം, നല്ല ഋഷി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. 2, അദ്ദേഹത്തെ കണ്ട് സന്തുഷ്ടനായ നന്ദഗോപർ സ്വീകരിച്ച് ഭഗവാനെ അകത്തേക്ക് സൽക്കരിച്ചിരുത്തി ആരാധിച്ചു. എന്നിട്ട് 3 പറയുകയാണ്, എല്ലാവിധ സൽക്കാരങ്ങൾക്കും ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ ബ്രഹ്മർഷേ, അങ്ങേക്കായി ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്യാനുണ്ട്. അതായത് അതിഥി സൽക്കാരത്തിൻ്റെ പറയും. ഇതിൽ 4 പറയാണ്, മഹാന്മാരായ താങ്കളെ പോലുള്ളവരുടെ സന്ദർശനം വ്യാകുലചിത്തരായ കുടുംബങ്ങളുടെയും മറ്റു ജനങ്ങളുടെയും നന്മക്ക് പ്രയോജനപ്പെടും. അങ്ങനെപ്പോലെയുള്ള മഹർഷിമാരായ വിദ്വാൻമാർ ആൾക്കാർ വീട്ടിൽ വരുന്നത് എന്ത്? സന്ദർശനം വ്യാകുലചിത്തരായ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം നന്മ പ്രയോജനകരമാണ്, നന്മ ചെയ്യുന്നതാണ്. അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, കാരണം വിദ്വാൻമാരാണല്ലോ, ഇപ്പം എല്ലാ പ്രശ്നത്തിനും എല്ലാം ഒരു വഴി പറഞ്ഞു കൊടുക്കും. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ജ്ഞാനം നൽകുന്ന ജ്യോതിശാസ്ത്രം 5 പറയാണ്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ജ്ഞാനം നൽകുന്ന ജ്യോതിശാസ്ത്രം. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ കണ്ടിട്ട് കേട്ടിട്ട് ഒന്നും മനസ്സിലാക്കുന്ന തരത്തിലുള്ള ജ്ഞാനമല്ല ജ്യോതിഷത്തിലൂടെ കിട്ടുന്നത്. അതൊരു പ്രത്യേകതരം ജ്ഞാനമാണ്. ബാക്കിയെല്ലാം കണ്ടിട്ടും കേട്ടിട്ടുമെല്ലാം മനസ്സിലാക്കുന്ന ജ്ഞാനമാണ്. ഇതല്ല, അതിൽ അതീതമായ ജ്യോതിശാസ്ത്രം അങ്ങയാൽ രചിക്കപ്പെട്ടതാണ്. അപ്പം ഈ ഗർഗനാണ് ജ്യോതിശാസ്ത്രം എഴുതിയിട്ടിരിക്കുക. അങ്ങനെയും അത്രയും പണ്ഡിതനാണ്. അതിലൂടെ മനുഷ്യർ ഭൂതവും ഭാവിയെല്ലാം അറിയുന്നു. ഇനി 6, അങ്ങ് ബ്രഹ്മജ്ഞാനികൾ വെച്ച് ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനികളിൽ തന്നെ അങ്ങ് വലിയ ശ്രേഷ്ഠനാണ്. അതിനാൽ ഈ 2 കുട്ടികളുടെയും നാമകരണം ചെയ്യുക. അതായത് ഈ 2 കുട്ടികളെ പേര് അങ്ങ് തന്നെ വിളിച്ചാൽ കൊള്ളാം. കാരണം ജ്യോതിഷം വെച്ചിട്ട് പേര് വിളിച്ചോട്ടെ. അങ്ങ് ജന്മം കൊണ്ട് തന്നെ ബ്രാഹ്മണന്മാർ ആചാര്യന്മാരാണ്. ജന്മം കൊണ്ട് തന്നെ ഇത്തരം വ്യക്തികൾ ആചാര്യന്മാർക്ക്, അതായത് ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുക. അപ്പം ഗർഗൻ പറയുന്നു,
ഞാൻ യദുവംശക്കാരുടെ കുലഗുരുവാണ്. ആ നിലയിൽ ലോകം എന്നെ അറിയുന്നു. യദുവംശക്കാരുടെ കുലഗുരു എന്ന നിലയിലാണ് എല്ലാവരും എന്നെ അറിയുന്നത്. എന്നാൽ അങ്ങയുടെ മകനെ നാമകരണം ചെയ്താൽ ലോകം അങ്ങയുടെ മകനെ ദേവകിയുടെ മകനായി കാണും. കാരണം ഞാൻ യദുവംശജരുടെ കുലഗുരുവാണ്. അപ്പോൾ യദുവംശത്തിൽ ജനിച്ച കൃഷ്ണനാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹം വന്നിട്ട് നാമകരണം ചെയ്യുന്നതെന്ന് കേൾക്കുന്നവർക്ക് സംശയം തോന്നും. അത് കുഴഞ്ഞൊരു പരിപാടിയാണ്. കാരണം യദുവംശക്കാരൻ പിന്നെ ഇപ്പുറം വന്നിട്ട് ഇവിടെ വന്നിട്ട് നന്ദരെടുത്തിട്ട് ഒരു കുട്ടിക്ക് പേരിടേണ്ട കാര്യമില്ലല്ലോ, അവിടെ ഇട്ടാൽ പോരെ. അപ്പോൾ ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുട്ടീനെ ഇവിടെ യദുവംശത്തിലുള്ളൊരു കക്ഷി ഇവിടെയുണ്ട്, അങ്ങനെ ലോകം ധരിക്കും. കംസന് കേട്ടാൽ പിന്നെ കാര്യം പോക്കാണ്. അതുകൊണ്ട് 8:9 പറയുന്നു, പാപ ഇന്ദ്രിയങ്ങളാൽ കലുഷിതമായ പാപബുദ്ധിയായ കംസൻ, അല്ലെങ്കിൽ പാപത്തിൽ പിറന്ന, അല്ലെങ്കിൽ എപ്പോഴും പാപം തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പാപ ഇന്ദ്രിയത്തോടു കൂടിയ കംസൻ ദേവകിക്കുണ്ടായ കുട്ടി സ്ത്രീയാണെന്ന് കേട്ടിട്ടും, ദേവകിക്കുണ്ടായ കുട്ടി സ്ത്രീയാണെന്നാണ് കേട്ടിരിക്കുന്നത്. എന്നിട്ടും ദേവകിയുടെ 8ാമത്തെ ഗർഭം സ്ത്രീ പ്രജയാകാൻ അവകാശമില്ല എന്ന് ധരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. കാരണം അശരീരി വന്ന് 8ാമത്തെ പുത്രൻ കൊല്ലുന്നതാണ്. അപ്പോൾ 8ാമത്തെ സ്ത്രീയാകാൻ ഒരു വഴിയുമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല സംശയമുണ്ട്. അപ്പോൾ 8ാമത്തെ കുട്ടിയായിട്ട് ജനിച്ചത് പെണ്ണെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടത് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇതും കൂടിയാകുമ്പോൾ ഗർഗൻ വന്നിട്ട് ഇവിടെ വന്ന് പേര് വിളിച്ചെന്ന് പറയുമ്പോൾ സംശയം പെട്ടെന്ന് കയറും. അങ്ങേക്ക് വസുദേവരുമായുള്ള സ്നേഹബന്ധവും അദ്ദേഹത്തിന് അറിയാം. അങ്ങും വസുദേവരും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണെന്ന കാര്യവും അദ്ദേഹത്തിന് അറിയാം. അതിനാൽ സംശയം മൂലം വധിക്കാൻ ഇടവന്നാൽ അത് നമ്മുടെ പിശക് ആകും. അതുകൊണ്ട് എന്തെങ്കിലും സംശയം അവർക്ക് തോന്നിയിട്ട് ഞാൻ പേര് വിളിച്ചിട്ട് അറിഞ്ഞുപോയാൽ എന്ത് പറ്റും? അത് വശപ്പിശകായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മുടെ നോട്ടക്കുറവായിട്ട് തീരും. അപ്പം 10 നന്ദൻ പറയുകയാണ്, എൻ്റെ സ്വന്തക്കാർ പോലും അറിയാതെ ഈ ഗോശാലയിൽ ആരുമില്ലാത്തിടത്ത് വെച്ച് സ്വസ്തിവചനത്തോടുകൂടി ദ്വിജന്മാർക്ക്, ആർക്കാണ് ദ്വിജന്മാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ഈ 3 പേർക്കാണ് എല്ലാ ജ്ഞാനവും പഠിക്കാനുള്ള അർഹത. അവർക്ക് ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യ. ശൂദ്രരെന്ന് പറഞ്ഞാൽ പഠിക്കാൻ ജന്മനാ താല്പര്യമില്ലാത്തവരാണ്. അവർക്ക് സേവനത്തിലാണ് താല്പര്യം. അവരെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിക്കേണ്ടവൻ പഠിച്ചോട്ടെ. പക്ഷേ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യർക്കാണ് ദ്വിജന്മമുള്ളത്. 2 ജന്മം. വിദ്യ കഴിയുമ്പോഴാണ് മനുഷ്യൻ പുതിയൊരു മനുഷ്യനായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ദ്വിജന്മം. വിദ്യക്ക് മുമ്പിൽ ഒരു മനുഷ്യൻ, വിദ്യ കഴിഞ്ഞ മനുഷ്യൻ ഒരു പ്രത്യേക മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇത് 3 പേർക്കാണ് അവകാശം. അതുകൊണ്ട് ആ ചടങ്ങ് മാത്രം ചെയ്തു തന്നാൽ മതി. ആരും ഇല്ലാത്ത സ്ഥലത്ത് നമ്മുടെ ആൾക്കാരെയും വിളിക്കണ്ട, അവിടെ വെച്ചിട്ട് അങ്ങ് തന്നെ ഒന്ന് ചെയ്തേച്ചാൽ മതി. അപ്പം 11 ശ്രീസുഖൻ പറയുകയാണ്, ഇപ്രകാരം അപേക്ഷിക്കപ്പെട്ടപ്പോൾ ഗർഗമുനി തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആരും കാണാത്തിടത്ത് വെച്ച് 2 ബാലന്മാരുടെയും നാമകരണം നടത്തി. അപ്പോൾ ആരും കാണാതെ, ബന്ധുക്കളെ പോലും വിളിക്കാതെ അവർ നാമകരണം ചെയ്തു. 12 ഗർഗൻ പറയുകയാണ്, രുക്മിണീപുത്രൻ സൽഗുണനാൽ സമ്പന്നനായിരിക്കും, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് രാമൻ എന്ന പേരിൽ അറിയപ്പെടും. അവൻ സദ്ഗുണ സമ്പന്നനാണ്, എല്ലാവരെയും സന്തോഷിപ്പിച്ച് നാട്ടിൽ അങ്ങനെ ജീവിക്കും. അതുകൊണ്ട് അവൻ രാമൻ എന്ന പേരിൽ അറിയപ്പെടും. ബലം അധികമുള്ള, അവന് കുറച്ച് ബലം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ബലൻ എന്നും അറിയപ്പെടും. യദുവംശജനായതുകൊണ്ട് എല്ലാവരിലും ഐക്യം ഉണ്ടാക്കുന്നത് കൊണ്ടും സംഘർഷണൻ എന്ന പേരിലും അറിയപ്പെടും.
ഇനി 13 പറയാണ്, ഓരോ യുഗങ്ങളിൽ ഓരോ ശരീരങ്ങളെ മാറി മാറി ധരിക്കുന്ന ഇവന്, ആര്? രണ്ടാമത്തെ കുട്ടി. ഓരോ യുഗത്തിലും ഓരോ ശരീരമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, ഇങ്ങനെ 3 തരത്തിലാണ് ഇവൻ ജനിച്ചിരിക്കുന്നത് ആണെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവന് അങ്ങനെ 3 നിറം, വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ എന്നീ 3 നിറം ഉള്ളതായിട്ട് ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ നല്ല കറുപ്പ് നിറത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങയുടെ പുത്രൻ മുൻപ് ഒരിടത്ത് വസുദേവൻ എന്ന ആളുടെ പുത്രനായി ജനിച്ചിരുന്നു. വസുദേവൻ്റെ പുത്രനായിട്ട് ജനിച്ചിരുന്നു. ഇതറിയുന്ന ആൾക്കാർ അദ്ദേഹത്തെ എന്ത് വിളിക്കും? വാസുദേവൻ എന്ന് വിളിക്കും. വസുദേവൻ്റെ പുത്രനാണ് എന്ന് അറിയുന്നവർ അദ്ദേഹത്തെ വാസുദേവൻ എന്ന് വിളിക്കും. അപ്പോൾ പല പേര് കൊടുക്കുകയാണ്, ഒറ്റ പേരൊന്നുമില്ല. 15 ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് വളരെ നാമങ്ങളും രൂപങ്ങളും അങ്ങയുടെ പുത്രനുണ്ട്. ഗുണങ്ങളും കർമ്മങ്ങളും എല്ലാം അനുസരിച്ച് പല സ്വഭാവങ്ങൾ ഇവൻ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പല നാമങ്ങളും ഉണ്ട്. അവയെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ നാമമൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. കാരണം ഇവന് പല ഗുണങ്ങളും പല കർമ്മങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇവൻ ഓരോ പേര് വിളിക്കാം. ആ എല്ലാ പേരൊന്നും എനിക്ക് പോലും അറിയില്ല. പിന്നെ സാധാരണ ജനങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ? എന്നിട്ടോ ഗോപന്മാരോട് 16 ഗോപന്മാരോടും ഗോപവൃന്ദങ്ങളോടും ആനന്ദിപ്പിക്കുന്ന ഇവൻ നിങ്ങൾക്കെല്ലാം ശ്രേഷ്ഠതയെ ഉണ്ടാക്കും. ഗോപന്മാർക്കും ഗോപികമാർക്കുമെല്ലാം ആനന്ദിപ്പിക്കുന്ന ഇവൻ, അവർക്ക് ആനന്ദമുണ്ടാക്കുക. അപ്പോൾ ഇവൻ്റെ സഹവാസം ആർക്കാണ്? ഏറ്റവും താഴെയുള്ള ഗ്രാമങ്ങളിലുള്ള അവർക്കാണ് ഇവൻ്റെ സഹവാസത്തിലൂടെ ആനന്ദമെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇവൻ്റെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് തന്നെ ഗോപന്മാരുടെയും ആ കാലത്ത് ഗോപന്മാരും ഗോപികമാരും എന്നെല്ലാം പറയുന്നത് ആരാണ്? ഏതുതരം ജനങ്ങളാണ് എന്ന് ചിന്തിച്ചു നോക്കുക. അവരെ ആനന്ദിപ്പിക്കുക, അവരുടെ സുഖത്തിന് വേണ്ടി. അവരാണ് ഏറ്റവും ലോകത്തിൽ കഷ്ടപ്പെടുന്നവർ. ആ കഷ്ടപ്പെടുന്നവരുടെ അവരെ രക്ഷിക്കാനും ആനന്ദിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങേര് വന്നിരിക്കുന്നത്. ഇവൻ മൂലം നിങ്ങൾക്കെല്ലാം എല്ലാ ദുർഗുണങ്ങളെയും ഇവൻ മൂലം തരണം ചെയ്യാൻ സാധിക്കും. അതായത് അവർക്കുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും ഇവൻ മൂലം തരണം ചെയ്യാൻ സാധിക്കും. ഇവൻ എന്താണ് ചെയ്യുന്നത്? ആ ധർമ്മീയ രാജാവിനെ എടുത്തു മാറ്റിയിട്ട് നല്ല ആളെ പിടിച്ച് പ്രതിഷ്ഠിക്കുന്നു. അതേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഓരോ ആളെ വീട്ടുകാര്യങ്ങൾ നോക്കി നടക്കലല്ല ആ കക്ഷിയുടെ പരിപാടി. ആ കക്ഷി മുകളിൽ ഭരിക്കാൻ, അതിനാണ് രാജാക്കന്മാർ. രാജാവിൻ്റെ ജോലിയാണ് ജനങ്ങൾക്കെല്ലാം താഴെത്തൊട്ട് എല്ലാവർക്കും സുഖമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കൽ. അത് പറ്റുന്നില്ലേ അവരെ എടുത്ത് ദൂരക്കളിയല്ലാതെ ഓരോ നാട്ടിലെ ജനങ്ങളെ നോക്കി അടക്കലല്ല ഈ ശക്തിയുടെ പരിപാടി. ഇപ്പം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഇതെല്ലാം അങ്ങേരെ ജോലിയാണെന്ന്. നാട്ടിലുള്ള ആൾക്കാർ കഷ്ടപ്പെടുമ്പോഴുള്ള അവരുടെ കഷ്ടപ്പാട് തീർത്തു കൊടുക്കൽ ജോലി ആർക്കാണ്? ഈ ഈശ്വരൻ്റെ ജോലിയാണ്. രാജാവിന് അവിടുത്തെ ഭരണാധികാരികൾക്ക് ഒരു കാര്യമില്ല. അവരെയൊന്നും ആരും കുറ്റം പറയില്ല. ഭരണാധികാരികൾ അവിടെ എന്ത് ചെയ്താലും സൂചിച്ചാലും ഒന്നും പ്രതികരിക്കില്ല. എന്നിട്ട് എല്ലാം ഈശ്വരൻ വന്ന് ചെയ്തു കൊടുക്കണം. ഇതാണ് നമ്മുടെ ധാരണ. പക്ഷെ കൃഷ്ണൻ ചെയ്യുന്ന അതല്ല. ഇവരുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ എല്ലാവർക്കും ഒന്നും ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്. മുകളിലുള്ള ഭരണത്തെ അങ്ങേരി എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറെ ആളെ പിടിച്ചിരുത്തും. അത്ര തന്നെ. അപ്പോൾ രാജാവാണ് ചെയ്യേണ്ടത്. നിങ്ങളെ കഷ്ടപ്പാടിൻ്റെ ഉത്തരവാദിത്വം രാജാവിനാണ്. അല്ലാതെ ഈശ്വരനൊന്നും അത് നോക്കി നടക്കല്ല എല്ലാ പരിപാടി. എൻ്റെ 17 പണ്ടൊരിക്കൽ രാജവാഴ്ച ഇല്ലാതായപ്പോൾ കൊള്ളക്കാർ പീഡിപ്പിക്കുന്ന അവസരത്തിൽ ജനങ്ങളെ ഇവൻ
സാധുജനങ്ങളെ ഇവനാൽ രക്ഷിക്കപ്പെട്ടവരായും ശക്തിയാർജിച്ചവരായും ഭവിച്ച് കൊള്ളക്കാരെ കീഴടക്കി. അപ്പം പണ്ട് രാജാവില്ലാത്ത കാലത്ത്, രാജാവെന്നാണ് ഭരിക്കാൻ ആളില്ലാത്ത കാലത്ത്, ആദ്യം സൃഷ്ടികാലത്ത് ഇവർ ഈ ശക്തി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെയുള്ള ജനങ്ങളെ ശക്തരാക്കി. അവിടെയുള്ള ജനങ്ങളെ ശക്തരാക്കിയിട്ട് അവരിലൂടെ എന്ത് ചെയ്തു? കൊള്ളക്കാരെയെല്ലാം കീഴടക്കി. അപ്പം രാജാവില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കൊള്ളക്കാരുണ്ടാവും, പിടിച്ചു പറിയെല്ലാം ഉണ്ടാവും. അതിനെ അവരിലൂടെ തന്നെ അവരെ ശക്തി ആർജിപ്പിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കി. അപ്പം രാജാവില്ലാത്ത കാലത്ത് ജനങ്ങൾ തന്നെയാണ് കൊള്ളക്കാരെയെല്ലാം നേരിട്ടിരുന്നത്. പക്ഷേ രാജാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാജാവിൻ്റെ ഉത്തരവാദിത്വമാണ് എല്ലാവരെയും സംരക്ഷിക്കുക. 18. ഭാഗ്യശാലിയായ ഏതൊരു മനുഷ്യനും ഇവനിൽ പ്രീതി ചെലുത്തുന്നുവോ അങ്ങനെയുള്ളവർ വിഷ്ണുവിൻ്റെ പക്ഷത്തുള്ള ദേവന്മാരെ അസുരന്മാർ ഉപദ്രവിക്കാത്തതുപോലെ ശത്രുക്കളെ ഇല്ലാതാക്കും. ദേവന്മാരുടെ പക്ഷത്താണ് ആരുള്ളത്? വിഷ്ണു. വിഷ്ണു എപ്പോഴും ദേവന്മാരുടെ പക്ഷത്താണ്. അതുകൊണ്ട് അസുരന്മാരെന്തോ ചെയ്യില്ല, അവരുടെ അടുത്തേക്ക് അധികം പോവില്ല. അതുപോലെ ഭാഗ്യശാലികളായ ഏതൊരു മനുഷ്യൻ ഇവരിൽ പ്രീതി ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരെ ശത്രുക്കളൊന്നും ചെയ്യില്ല. ആകയാൽ 19. അങ്ങയുടെ പുത്രൻ ഗുണങ്ങളാലും ഐശ്വര്യങ്ങളാലും യശസ്സിനാലും പ്രഭാവത്താലും വിഷ്ണുവിന് തുല്യമാണ്. അതുകൊണ്ട് അങ്ങയുടെ ഈ പുത്രൻ ആരാണ്? വിഷ്ണുവിന് തുല്യമാണ്. വിഷ്ണു തന്നെയാണ് ഇവിടെ ഈ രൂപത്തിൽ പ്രത്യക്ഷമാവുന്നത്. അതുകൊണ്ട് ഏറ്റവും ജാഗ്രതയോടെ സംരക്ഷിക്കുക. അപ്പം ഇവനെ ജാഗ്രതയോടെ സംരക്ഷിക്കണം. ഏതാണത്? ആ രാജാവിനെ ഇല്ലാതാക്കുന്ന പ്രേരകശക്തി. ലോകത്ത് മുഴുവൻ ഏറ്റവും പീഡ അനുഭവിക്കുന്നവിടത്തുനിന്ന് ഈ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരും. അവരെ സംരക്ഷിക്കുക. അത് നാളെ ആ രാജാവിനെ തന്നെ എടുത്ത് ദൂരക്കളയും. 20 ശ്രീസുഖൻ ഈ വിധം ഉപദേശിച്ച ശേഷം ഗർഗൻ സ്വർഗലോകത്തിലേക്ക് പോയി. അപ്പം നന്ദഗോപന് സന്തുഷ്ടനായി തൻ്റെ അഭിഷ്ടങ്ങളെല്ലാം പൂർത്തീകരിച്ചതായിട്ട് കരുതി. അവൻ്റെ ആഗ്രഹങ്ങളായിരുന്നു നല്ല ഒരാളെ കൊണ്ട് പേരെല്ലാം വിളിപ്പിക്കണം. അതെല്ലാം സാധിച്ചു. 21 കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബലരാമനും കൃഷ്ണനും കൈ കുത്തിക്കൊണ്ടും കാൽമുട്ടുകളാൽ ഊന്തിക്കൊണ്ടും ഗോകുലത്തിലൂടെ ഇഴഞ്ഞു കഴിക്കുവാൻ തുടങ്ങി. അതായത് കൈകുത്തി മുട്ടുകുത്തുന്ന പ്രായം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അവസ്ഥയിലേക്ക് ഗോകുലത്തിലെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങി. ഇനി 22 അവൻ കിങ്ങിണികളാലും ചിലമ്പുകളാലുമെല്ലാം അവൻ്റെ കാലിലുള്ള ചിലമ്പുകളെല്ലാം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ കാല് വലിച്ച് ചളിയുള്ള മുറ്റത്തൂടെ എല്ലാം ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ പെട്ടെന്ന് ഏകതെങ്കിലും അപരിചിതരായ ആളുകളുടെ പിന്നിലെത്തുമ്പോൾ പെട്ടെന്ന് പേടിച്ചതായിട്ട് അഭിനയിച്ചുകൊണ്ട് അവൻ ഓടി വന്ന് അമ്മയുടെ അടുക്കലേക്ക് ഓടിയെത്തും. അപ്പോൾ ഇങ്ങനെ മുട്ടുകുത്തി പിന്നെ കാല് വലിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ചളിയിലും എല്ലാം ഓടിയെല്ലാം നടന്നിട്ട് വല്ല അപരിചിതരെ കാണുമ്പോൾ പിന്നെ പേടിച്ച മാതിരിയായിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. ഇതെല്ലാം സാധാരണ കുട്ടികളുടെ നിലയിൽ കഥയിലാകുമ്പോൾ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നതായിട്ട് കണ്ടാൽ മതി. എൻ്റെ 23 വാത്സല്യത്താൽ അവരുടെ അമ്മമാർ ചളിയിൽ പുരണ്ട 2 കുട്ടികളെയും വാരിയെടുത്ത്, ഇങ്ങനെ ചളിയിൽ പുരണ്ടതാണെന്നൊന്നും പ്രശ്നമൊന്നുമില്ല, അവരെ വാരിയെടുത്തിട്ട് മുല കൊടുത്ത് പുഞ്ചിരി തൂകുന്ന ആ കൊച്ചു പല്ലുകളുള്ള ആ മുഖത്ത് നോക്കി സന്തോഷം തൂക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കും. ഇനി 24 പിന്നീട് കാളക്കുട്ടികളുടെ വാലിൽ പിടിച്ച്, കാളക്കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ വാലിൽ പിടിച്ചിട്ട് കാള ഓടുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുന്ന കണ്ടപ്പോൾ
ഗോകുലത്തിലെ സ്ത്രീകളെ കണ്ടു ചിരിച്ചുകൊണ്ട് ഗൃഹകൃത്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അത് നോക്കിയിരിക്കും. വീട്ടുകാരെയൊന്നും നോക്കാതെ ഇവർ പശുവിൻ്റെ വാലും പിടിച്ച് ഓടുന്നതും നോക്കിയിരിക്കും. ഇനി 25 അവരുടെ അമ്മമാർ വെറുതെ ഇരിക്കാതെ ക്രീഡകൾ കാട്ടിക്കൊണ്ട് നടക്കുമ്പോൾ, അപ്പോൾ ഇവർ വെറുതെ ഇരിക്കില്ല, കുട്ടികളുടെ സ്വഭാവം പറയുന്നതേ ഉള്ളൂ. ക്രീഡകൾ കാണിച്ചുകൊണ്ട് എല്ലായിടത്തും നടക്കുമ്പോൾ ക്രൂരജന്തുക്കൾ, പിന്നെന്തുണ്ട്, തീ ഉണ്ടാകാം, തേറ്റപ്പുല്ലുണ്ടാകാം, ആയുധങ്ങളുണ്ടാകാം, വെള്ളമുണ്ടാകാം, പക്ഷികളുണ്ടാകാം, ഇവയെല്ലാം ഉപദ്രവേൽപ്പിക്കുമോ എന്ന ശങ്കയാൽ ഗൃഹകൃത്യങ്ങൾ നടത്തുവാൻ പറ്റാതെ മനസ്സിൽ അസ്വസ്ഥരായിരിക്കാറുണ്ട്. കുട്ടികളിങ്ങനെ ഓടി നടക്കുമ്പോൾ വീട്ടുകാരെയൊന്നും നോക്കാൻ പറ്റില്ല. വല്ല ജീവികളോ തീയോ എന്തിലൊക്കെ മതി ചാടുക എന്നുള്ളത് കൊണ്ട് എപ്പോഴും അതിനെ ശ്രദ്ധിക്കാനേ നേരമുള്ളൂ. എന്തു പറ്റും, വീട്ടുകാരെയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി. ഇനി 26 കുറച്ചു കാലം കൊണ്ട് രാമനും കൃഷ്ണനും മുട്ടുകുത്താതെ കാലടികൾ വെച്ചുകൊണ്ട് തന്നെ സഞ്ചരിച്ച് തുടങ്ങി. അപ്പം നടക്കേണ്ട പ്രായമായി. ഇനി 27 പിന്നീട് കൃഷ്ണൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഗോപന്മാരോടും കൂട്ടുകാരോടും കൂടി, അതേസമയം ബലരാമനോടും കൂടിയിട്ട് ഗോപിമുഖന്മാർക്കെല്ലാം സന്തോഷമുണ്ടാക്കിക്കൊണ്ട് കളിച്ചു തുടങ്ങി. പിന്നെ ഗോപികമാരുടെ പിന്നാലെ അവർക്ക് സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട് അവരെ പിന്നാലെ കളിച്ചു തുടങ്ങി എന്ന് പറയുകയാണ്. എന്നിട്ട് 22 ഗോപികമാർ ശ്രീകൃഷ്ണൻ്റെ മോഹനമായ ബാലചാബല്യങ്ങൾ കണ്ട് മാതാവായ യശോദ കേൾക്കെ ഇങ്ങനെ പറയുണ്ടായിപ്പോൾ. ഗോപികമാർ ഇവൻ്റെ ബാലവേലകളെല്ലാം കണ്ടിട്ട് യശോദയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ്. എന്തെല്ലാണ്? ചിലപ്പോൾ അസമയത്ത് പശുക്കുട്ടികളെ അഴിച്ചുവിടുന്നു. ഇവൻ ചെയ്യുന്ന പരാക്രമങ്ങളാണ്. അസമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ പശുക്കുട്ടികളെ അഴിച്ചു വിടും. ജനങ്ങൾ നിലവിളി കൂട്ടുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കും. പശുക്കുട്ടികളെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ നിലവിളിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ചിലപ്പോൾ കട്ടെടുത്ത തൈരും പാലും ഭക്ഷിക്കും. എന്നിട്ട് കുരങ്ങന്മാർക്കും വീതിച്ചു കൊടുക്കും, മറ്റുള്ളവർക്കും പങ്കിട്ട് കൊടുക്കും. ഏതെങ്കിലും കുരങ്ങ് കഴിച്ചില്ലെങ്കിൽ പാൽക്കലം മുടക്കും. കുരങ്ങ് കഴിക്കാനൊന്നും വിസമ്മതിച്ചു കഴിഞ്ഞാൽ പാൽക്കലം തന്നെ അങ്ങ് പൊട്ടിക്കും. സാധനം കിട്ടാതായാൽ വീട്ടുകാരോട് കോപിച്ച് കുട്ടികളെ കരയിപ്പിച്ചു പോകുന്നു. അവന് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് വേണ്ട സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ കോപിച്ചുകൊണ്ട് അവരെ കുട്ടികളെയും കരയിപ്പിച്ചുകൊണ്ട് പോകും. ഇവിടെ കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വെണ്ണമോഷണം. എന്താണ് ഈ വെണ്ണമോഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഷ്ടപ്പാടും ദുരിതവുമുള്ള സ്ഥലത്താണ് ആ കാലമാദ്യം പ്രതിഷേധത്തിൻ്റെ മുട്ടുകളായിട്ട് ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ ആ ശക്തി പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് കളവ് രൂപത്തിലാണ്. ഇവിടെ വെണ്ണം മോഷിക്കൽ കുട്ടീൻ്റെ വെണ്ണമോഷണന്മാർ പറഞ്ഞെങ്കിലും ഒരു രാജ്യം കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും നീങ്ങുമ്പോൾ ആദ്യം പ്രതിഷേധങ്ങൾ ചിലയിടത്തുണ്ടാകും, പിന്നെ അത് മോഷണ രൂപം പ്രാപിക്കും. നാട്ടിൽ ദാരിദ്ര്യം കയറുമ്പം പിന്നെ മോഷണം വരും. ഈ മോഷണം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രതിഷേധമായിട്ട് തന്നെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ നാട്ടിൽ പിന്നെ ഏതെങ്കിലും ഒരു നാട്ടിൽ മോഷണങ്ങൾ പെരുകുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, അവിടെ ദാരിദ്ര്യം പെരുകിയിരിക്കുകയാണ്. ഈ മോഷണമാണ് നാളെ ഈ അതൃപ്തിയാണ് മോഷണ രൂപം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മോഷണം. അതാണ് ഈ കൃഷ്ണൻ വണ്ട മോഷ്ടിക്കുന്നു എന്ന് കവിഭാവനയിൽ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് 30 കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ പീഠത്തിന് മേലെ ഉരലെടുത്ത് വെച്ചും മറ്റും ഉപായം കണ്ടെത്തുന്നു. ഇതെല്ലാം ഗോപികമാർ പറയുന്നത്. ഇവൻ ചെയ്യുന്ന വിക്രിയകൾ അടുത്ത വീട്ടിൽ കയറിയിട്ട് പീഠത്തുമ്മലെല്ലാം കയറിയിട്ട് മോഷ്ടിക്കലാണ് പരി.
കള്ളന്മാരെല്ലാം ഇങ്ങനെയെല്ലാം തന്നെ ചെയ്യുന്നത്. മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വഴികൾ ഉപയോഗിക്കുമോ അതെല്ലാം നാട്ടിൽ എന്തെല്ലാം വഴികൾ ഉപയോഗിച്ചിട്ട് മോഷ്ടിക്കുമോ. അതിവിടെ കൃഷ്ണൻ്റെ ലീലയായിട്ട് ഒരു കുട്ടി ചെയ്യുന്ന മാതിരി, ഈശ്വരൻ ചെയ്യുന്ന മാതിരി അങ്ങ് കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈശ്വരൻ ആദ്യം ഭൂമിയിൽ പ്രകടമായി കാണുന്നത് എന്താണെന്ന് പറഞ്ഞു തരികയാണ്. ഒരു രാജ്യത്ത് അതൃപ്തിയും കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉണ്ടായാൽ പ്രതിഷേധങ്ങൾ ആദ്യം ഉണ്ടാകും. അതിനെ ഭരണവർഗം തച്ചുടക്കാൻ നോക്കും. പിന്നെ കളവ് രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ ഉറിയിൽ വെച്ച പാല് കുടിക്കാൻ വേണ്ടിയിട്ട് അതിന് ചെറിയ ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിലൂട്ട് വലിച്ച് കുടിക്കും. ഇരുട്ടുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ്റെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ തന്നെ വെളിച്ചമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ ഈ പണിയെല്ലാം ചെയ്യുന്നത്. വീട്ടുജോലികളിൽ ഗോപശ്രീകളെ ഏറ്റവും തിരക്കുള്ള സമയത്താണ് ഇതെല്ലാം ഇവൻ ചെയ്യുക. ഗോപശ്രീകളെല്ലാം വീട്ടുജോലിയിൽ ഭയങ്കര തിരക്കായി ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ ഈ പരിപാടി. കള്ളന്മാർ അങ്ങനെ തന്നെയല്ലേ വരും. എല്ലാവരും ഇരിക്കുമ്പോഴാണ് കള്ളന്മാർ. ബാക്കിയുള്ള പടിയിൽ ആൾക്കാർ വരുമ്പോൾ കള്ളന്മാർ വേറെ ഭാഗത്തുനിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകും. 31 ഈ വിധം ചെയ്യുന്നതിനെ വല്ലവനും അധിക്ഷേപിച്ചാൽ ഡംഭം കലർന്ന വാക്കുകൾ പറയുന്നു. ശരിയായ വാക്കുകളല്ലാതെ തിരിച്ചു പറയും. എന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ശുദ്ധമായ ഗൃഹത്തിൽ മൂത്രമൊഴിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട്. ചില വീട്ടിലെല്ലാം ശുദ്ധമാക്കി വെച്ചിരിക്കുന്നിടത്ത് മൂത്രം ഒഴിച്ച് വെക്കും. കള്ളകൗശലത്തിൽ പണി പലതും എടുത്തിട്ടുള്ള ഇവൻ, ഇങ്ങനെ പല കള്ളത്തരങ്ങളും കാണിക്കുന്ന ഇവൻ ഇപ്പോൾ പേടിയോടുകൂടിയ കണ്ണുകളോടുകൂടി, ഇവൻ്റെ ഇപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ അവനാടി ഇരിക്കുന്നുണ്ട്, പേടിയോടുകൂടിയ കണ്ണുകളാൽ അടങ്ങിയിരിക്കുകയാണ്. കണ്ട ഇരുത്തം കണ്ട എന്ത് പാവത്താനായിട്ടാണ് കണ്ണു പേടിച്ചരണ്ടിട്ടിരിക്കുന്നത്. ആ ഓമന മുഖത്ത് നോക്കി ഗോപശ്രീകൾ ഇപ്രകാരം പറഞ്ഞ ഇത് കേട്ട് അതെല്ലാം മനസ്സിലാക്കിയ യശോദ പുഞ്ചിരി തൂകിക്കൊണ്ട് ശകാരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം ഗോപശ്രീകൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ യശോദ അവൻ്റെ മുഖത്ത് പുഞ്ചിരിയോടുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്തില്ല, ശകാരിക്കാൻ നിന്നില്ല. ഇനി വേറൊരു 32 പറയുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം മറ്റു ഗോപകുമാരന്മാരോടൊപ്പം ബലരാമനും കൂടി എന്തു പറഞ്ഞു, അമ്മയോട് കൃഷ്ണൻ വെണ്ണ തിന്നു എന്ന് പറഞ്ഞു. നന്മ ആഗ്രഹിക്കുന്ന യശോദ കൃഷ്ണനെ കയ്യിൽ പിടിച്ച് ശകാരിച്ചിട്ട് ഭയപ്പാടോടെ നീക്കുന്ന അവനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ്റെ നന്മ ആലോചിച്ചിട്ട്, എന്തുകൊണ്ട് മണ്ണ് വാരി തിന്നു കഴിഞ്ഞാൽ അത് ദോഷമില്ല, അതുകൊണ്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, ഒതുക്കമില്ലാത്തവനെ 34 ആരും നീ കാണാതെ നീ എന്തിന് മണ്ണ് തിന്നുന്നു? നിന്റെ കൂട്ടുകാർ മാത്രമല്ല ഈ ജ്യേഷ്ഠനും ഇത് പറയുന്നുണ്ടല്ലോ. നിന്റെ ജ്യേഷ്ഠൻ തന്നെയാണ് പറഞ്ഞത്, മറ്റുള്ള കൂട്ടുകാർ മാത്രമല്ല, ജ്യേഷ്ഠൻ തന്നെ പറയുകയാണ് നീ മണ്ണ് വാരി തിന്നിട്ടുണ്ട്. അപ്പം 35 അവൻ പറയാണ്, അമ്മയെ ഞാൻ തിന്നില്ല, എല്ലാവരും നുണ പറയുകയാണ്. അവർ പറഞ്ഞത് നേരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വായിലേക്ക് നോക്കിയാൽ മതി. അവർ പറയുന്നതാണ് അമ്മയ്ക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ വായിലേക്ക് നോക്കിക്കോളൂ. അപ്പം 36 പറയുകയാണ്, അങ്ങനെയെങ്കിൽ വായ തുറക്കൂ എന്ന് ആജ്ഞാപിച്ചു. മോനോട് വായ തുറക്കാൻ പറഞ്ഞു. ഷഡ്ഗുണ സമ്പന്നനും ക്രീഡാർത്ഥം മനുഷ്യനായി അവതരിച്ച് ബാലനായി പിറന്നവനുമായ ശ്രീകൃഷ്ണൻ വായ തുറന്നു കാട്ടി. അപ്പം നമ്മൾ കാലമാണിത്, അല്ലാതെ ഒരു കുട്ടി എന്നത് കഥയിൽ അവതരിപ്പിച്ചതായിട്ട് തന്നെ കാണണം. 37 അവൻ വായ തുറന്നപ്പോൾ വായ കാണുന്ന എന്താണ്, പണ്ട്
അർജുനൻ കണ്ട പോലെ തന്നെ. സ്ഥാവരജംബകമ വസ്തുക്കൾ, അന്തരീക്ഷം, ദിക്കുകൾ, പർവ്വതങ്ങൾ, ദ്വീപുകൾ, സമുദ്രങ്ങൾ, ഭൂഗോളങ്ങൾ, വായുമണ്ഡലം മൂല ഒന്നടക്കം ഇതിനകത്ത് കണ്ടു. 38 ഇതിൽ തന്നെ പറയുന്നത് സ്വർഗം, ജലം, അഗ്നി, വായു, പിന്നെയോ സാത്വിക വികാരങ്ങൾ, ദേവന്മാർ, മനസ്സ്, രജോ തമോ സത്വാദി ഗുണങ്ങളെല്ലാം അവയിൽ കാണപ്പെട്ടു. 39 മകൻ്റെ പിറന്നവായിൽ ജീവൻ, കാലം, സ്വഭാവം, കർമ്മം, വാസന ഇത്യാദി ശരീരഭേദങ്ങൾ കൂടിയെല്ലാം ഈ വിശ്വത്തെ മുഴുവനും തങ്ങളോടുകൂടിയും ഗോകുലത്തോടുകൂടിയും ഒന്നിച്ചുകൊണ്ട് നമ്മളെല്ലാം ഇതിനകത്ത് കണ്ടെന്നാണ്. അപ്പം ചിലപ്പോൾ നമ്മളെയും കണ്ടിട്ടുണ്ടാവും. ഇനി 40 അപ്പോൾ അവർക്ക് സംശയമുണ്ടായി, ഇത് സ്വപ്നത്തിലാണോ അഥവാ ഈശ്വരൻ്റെ വല്ല മായയാണോ, എല്ലാം എനിക്ക് ബുദ്ധിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ, അതല്ല എൻ്റെ മകന് ജന്മത്താലുള്ള വല്ല വൈഭവമാണോ എന്നെല്ലാം അവൾ ചിന്തിച്ചു. ആകയാൽ 41 ആകയാൽ അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചിത്തം, മനസ്സ്, നമ്മളുടെ കണ്ണുകൾ, വാക്ക് ഇവ കൊണ്ടൊന്നും ചിന്തിച്ചറിയാൻ കഴിയാത്ത ആ സത്യത്തെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ആ സത്യത്തെ, ഏത് സത്യം? ഈ ലോകം ഏതൊന്നിൽ അധിഷ്ഠിതമാണോ, ഈ ലോകം ഏതിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത്, ആ തൃപ്പാദത്തെ അവൾ എന്തു ചെയ്തു? നമസ്കരിച്ചു. അവൾക്കത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ബാക്കിയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ 42 അവൾ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ നന്ദഗോപരുടെ എല്ലാ സ്വത്തും നോക്കി നടക്കുന്ന ഭാര്യ. അവൾ ചിന്തിക്കുകയാണ്, നന്ദഗോപരുടെ എല്ലാ സ്വത്തും നോക്കി നടക്കുന്ന ഭാര്യയാണ് ഞാൻ. അദ്ദേഹം എൻ്റെ ഭർത്താവാണ്, ഇവൻ എൻ്റെ മകനാണ്, ഈ ഗോക്കളോടുകൂടിയും ഗോപികമാരോടും എല്ലാം കൂടിയത് എൻ്റെ ആൾക്കാരാണ് എന്നിങ്ങനെയെല്ലാമുള്ള ദുർബുദ്ധി, ഞാൻ എൻ്റേത് ഇവരെൻ്റേത് എന്നുള്ള ദുർബുദ്ധി യാതൊരുവൻ്റെ മായയാൽ ഉണ്ടാകുന്നു. ആരുടെ മായയാൽ കൊണ്ടാണ് ഞാൻ എൻ്റേത് എൻ്റെ ആൾക്കാർ എന്നീ ബുദ്ധി ഉണ്ടാകുന്നത്? ആ സർവേശ്വരനെ ആണ് ഞാൻ ആശ്രയിക്കുകയാണ്. ആ സർവേശ്വരനെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ. അവളുടെ അഹങ്കാരമെല്ലാം തോന്നുന്നു, ഞാൻ എൻ്റേത് എന്നുള്ളതല്ല. ഇനി 43 ഇപ്രകാരമുള്ള പരമാത്മതത്വം ഗ്രഹിച്ച യശോദ സർവവ്യാപിയും സർവേശ്വരനും സർവശക്തനുമായ ആ വിഷ്ണുഭഗവാന്റെ മായയെ ഉൾക്കൊണ്ടു. അവൾ പിന്നെ ആ മായയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതുവരെ മായാലോകത്തു നിന്നെല്ലാം വിട്ടിട്ട് എന്താണെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നെ ആദ്യമേ തിരിച്ചു വന്നു. എൻ്റെ 44 ഉടൻ തന്നെ വിഷ്ണുമാവിയാൽ വിഷ്ണുവിൻ്റെ മായ അവളെ പിന്നെയും മയക്കി പഴയ അവസ്ഥയിലാക്കി. അപ്പം പൂർവ്വസ്മരണയെല്ലാം നശിച്ചു പോയി. ഇതുവരെ കണ്ടതെല്ലാം മറന്നു, നശിച്ചു പോയി. മായയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ച രഹസ്യമൊന്നും മനസ്സിലാവില്ലല്ലോ. പ്രപഞ്ചത്തിൻ്റെ ഘടനയല്ലേ കാണിച്ചു കൊടുത്തിരിക്കുന്നു, അതെല്ലാം മറച്ചു. ഇപ്പം എന്തേ ഉള്ളൂ മുമ്പിൽ? എൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കുട്ടി ഇതാ നിലയിലെത്തി. യശോദപുത്രനെ മടിയിലെടുത്ത് വെച്ച് എന്തു ചെയ്തു? മുമ്പത്തെ പോലെ തന്നെ പുത്രവാത്സല്യത്തോടുകൂടി ഭവിച്ചു. കുട്ടീനെ മടിയിൽ വെച്ച് പണ്ടത്തെ അവസ്ഥയിൽ തന്നെ ആയി. ഇനി 45 വേദോത്തര ഭാഗമായ ഉപനിഷത്തുക്കൾ, സാഖ്യശാസ്ത്രം, യോഗശാസ്ത്രം മുതലാവിയിൽ പുകഴ്ത്തപ്പെടുന്ന മഹിമയോടുകൂടിയ ശ്രീഹരിയെ അവൾ മകനായി കരുതി. അപ്പോൾ ആ അവസ്ഥയിലേക്ക് അവൾ എത്തിയിട്ടുണ്ട്. മകൻ ശ്രീഹരിയാണ് എന്ന നിലയിലേക്ക് അവൾ കരുതി എന്ന് പറയുന്നു. അതൊരു വലിയ ഉയർന്ന ചിന്ത തന്നെയാണ്. 46 പരീക്ഷിത്ത് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ പരീക്ഷിത്ത് പറയുകയാണ്, യാതൊരുവരുടെ സ്ഥാനത്തെ ആർ പാനം ചെയ്യുന്നുവോ, ആ ഭവാൻ പാനം ചെയ്തുവോ, ആരുടെ സ്ഥാനത്തെ ആ ഭവാൻ പാനം ചെയ്തുവോ അവള് മഹാപുണ്യം ചെയ്തവളാണ്. ആ ഭഗവാൻ ആരുടെ സ്ഥാനത്തെയാണോ, അതായത് ഇവളുടെ, അതുകൊണ്ട് ഇവളെന്താണ്? മഹാപുണ്യം ചെയ്തവൾ തന്നെയാണ്. മാതാപിതാക്കൾ
47 മാതാപിതാക്കൾ പോലും യാതൊന്നും അനുഭവിച്ചില്ലയോ? കൃഷ്ണൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ഈ സുഖമൊന്നും അനുഭവിച്ചില്ല, പാലൊന്നും കൊടുത്തിട്ടില്ല. യാതൊരുവർ അനുഭവിച്ചില്ലയോ? യാതൊരു കവികൾ എപ്പോഴും പാടിപ്പുകഴ്ത്തുന്നുവോ? കവികൾ ഇപ്പോഴും പാടിപ്പുകഴ്ത്തുന്ന ആ ശ്രീകൃഷ്ണനെ, ആ ബാലലീലകൾ അനുഭവിച്ച നന്ദനും യശോദയും എത്ര പുണ്യം ചെയ്തവളാണ്. അപ്പോൾ 48 ശുഗൻ പറയുകയാണ്, അഷ്ടവസുക്കളിൽ ശ്രേഷ്ഠനായ ദ്രോണൻ, അഷ്ടവസുക്കളിൽ ഒരാൾ ദ്രോണൻ, അവൻ ധരയെന്ന ഭാര്യയോടുകൂടി ബ്രഹ്മാവിൻ്റെ ആജ്ഞ നിറവേറ്റുവാൻ ഉദ്ദേശിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു. അതായത് അഷ്ടവസുക്കളിൽ ഒരാളായ ദ്രോണർ ഒരു കാലത്ത് ധരയോടുകൂടി ചേർന്നിട്ട് ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. 49 ലോകത്തിലെ ജനങ്ങൾ യാതൊന്നിനാൽ ശ്രമം കൂടാതെ ഭഗവത്ഗതിയെ തരണം ചെയ്യുന്നുവോ? അതായത് ലോകത്തിലെ ആർക്ക് വലിയ പരിശ്രമമൊന്നും കൂടാതെ ആ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നുവോ, ആ അവസ്ഥയിലേക്ക് എത്തുന്നുവോ, ആ ശ്രീഹരിയിൽ പരമഭക്തിയാൽ ഭൂമിയിൽ ജനിച്ച ഞങ്ങൾക്ക് ആ ശ്രീഹരിയിൽ പരമഭക്തിയാൽ ഭൂമിയിൽ ജനിച്ച ഞങ്ങൾക്കുണ്ടാകണം. ആ ശ്രീഹരിയിൽ പരമഭക്തിയോട് ലയിച്ചിരിക്കുവാനുള്ള യോഗം ഭൂമിയിൽ നമുക്കുണ്ടാകണമെന്ന് പറയണം. വലിയ പ്രയാസമൊന്നും പരിശ്രമമൊന്നും കൂടാൻ പറ്റില്ല. മഹാമാനക്കാണെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കണം. അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. വളരെ ലളിതമായ കാര്യത്തിൽ ഭൂമിയിൽ ജനിച്ചിട്ട് ആ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു അവസരം നമുക്ക് തരണമെന്ന് ബ്രഹ്മാവോട് ചോദിച്ചപ്പോൾ 50 പറയുന്നു, അങ്ങനെയാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. അവരാണ് നന്ദനും നന്ദഗോപരും യശോദയുമായിട്ട് ഗോകുലത്തിൽ ജനിച്ചത്. അപ്പോൾ എന്തു പറ്റി? ഇവരെ പാല് പോലും കുടിക്കുകയല്ലേ, വലിയ പാടൊന്നുമില്ല, സുഖത്തിൽ എളുപ്പത്തിലിങ്ങ് കിട്ടിയ കാര്യമാണല്ലോ ഇത്. അങ്ങനെ 51 പറയുകയാണ്, അങ്ങനെ ബ്രഹ്മാവിൻ്റെ വരത്താൽ ഗോപന്മാരിലും ഗോപികമാരിലും എല്ലാം വെച്ചിട്ട് ശ്രേഷ്ഠനായ അവരുടെ നേതാവ് കണക്കേ ഉള്ള നന്ദഗോപർക്കും യശോദർക്കും പുത്രനായി ഭവിച്ചു. ആര്? ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണനിലൂടെ അവർ അതിരറ്റ ഭക്തി അനുഭവിച്ചു. അവരിലൂടെ നേരിട്ട് വേറെ പ്രയാസങ്ങളൊന്നും കൂടാതെ. മറ്റെല്ലാണെങ്കിൽ നമുക്കാണെങ്കിൽ ആ ശ്രീകൃഷ്ണനുമായിട്ട് ബ്രഹ്മവുമായിട്ട് ചേരണ്ടിക്ക് ഭയങ്കര പാടുപെടണം. സന്യസിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ടെല്ലാം പോകണം. ഇതൊന്നും വേണ്ട, കുടുംബത്തെ തന്നെ ഇരുന്നിട്ട് അങ്ങനെ അനുഭവിക്കുകയാണ്.